വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്നൊരാൾ പ്രഗ്നൻസി കൺഫേം ചെയ്തതിൻ്റെ ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പല ആളുകൾക്കും പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുൻപ് ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കും തന്നെ 10% നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണത്തെ ഓവുലേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊജസ്ട്രോണിന്റെ ലെവൽ അവിടെ ഡ്രോപ്പ് ആവുകയും, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ കയറിയിട്ട് പിന്നെ പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ അതിന്റെ ലെവൽ നന്നായിട്ട് കുറയാനായിട്ട് തുടങ്ങും. ഡ്രോപ്പ് ആവുകയും എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാനായിട്ടൊരു സിഗ്നൽ ബോഡിക്ക് ലഭിക്കുകയും എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് നമുക്ക് പോവുകയുമാണ് കേട്ടോ ചെയ്യാറ്. ഇത് എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് സെർവിക്സിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. സെർവിക്സിന്റെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി പല ആളുകളും ഓവുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് ഉപയോഗിച്ച് സെർവിക്സിലൂടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നവരുണ്ട്. അതായത് ഓവുലേഷൻ അടുക്കുന്ന സമയമാകുമ്പോഴേക്കും സെർവിക്സിന്റെ പൊസിഷന് വ്യത്യാസം വരുന്നുണ്ട്. സെർവിക്സ് ഹൈ ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് അടുക്കാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ പീരിയഡ്സിന്റെ ലെവല് അടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സെർവിക്സിന്റെ പൊസിഷൻ നന്നായിട്ട് താഴേക്കാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ നിങ്ങൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. വലത്തെ കയ്യിൽ നഖമൊന്നും പാടില്ല. ആ ഒരു രീതിക്ക് നിങ്ങൾ നന്നായിട്ട് ട്രിം ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഒരു അര ഒന്നുമില്ല. അതിപ്പോൾ കട്ട് ചെയ്തവരാണെങ്കിൽ അങ്ങനെ ഒരു തരിതരിപ്പോ അല്ലെങ്കിൽ ഒരു കുത്തിക്കൊള്ളുമ്പോൾ ഒരു വേദന ഉണ്ടാകാത്ത രീതിക്ക് നന്നായിട്ട് നിങ്ങളെ കൈ വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, നമ്മൾ മെൻസ്ട്രൽ കപ്പൊക്കെ ഇൻസേർട്ട് ചെയ്യാനിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ മിഡിൽ ഫിംഗർ, അതായത് മൂന്നാമത്തെ വിരൽ എടുത്തിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർവിക്സ് കിട്ടുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു കൈയുടെ ഒരു മടക്കുണ്ടാവുമല്ലോ. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഫിംഗർ നമ്മുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു മടക്കുണ്ടാകും. ആ മടക്കിനടുത്ത് തന്നെ നിങ്ങൾക്കൊരു ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടച്ചിങ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പീരിയഡ്സ് വരാറായി എന്നാണ് കേട്ടോ. ഞാൻ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങളത് ടച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ഫീൽ ആകുന്നുണ്ട്. ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം നമുക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള രീതിക്കാണോ ടച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൂക്കിന്റെ അറ്റം ഒന്ന് വിരൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കാം. ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാർഡ്നെസ് അവിടെ ഫീൽ ചെയ്യും. ഒട്ടും സോഫ്റ്റ് അല്ല മൂക്കിന്റെ അറ്റം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെർവിക്സിൽ തന്നെ ടച്ച് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത് ഇതിന്റെ ഒരു ഓപ്പൺനെസ് ആണ് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ സെർവിക്സ് നന്നായിട്ട് ക്ലോസ്ഡ് ആയിരിക്കും. അത് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. നല്ലതുപോലെ ക്ലോസ്ഡ് ആയിട്ടും സീൽഡ് ആയിട്ടും ഒക്കെ സെർവിക്സ് ഇരിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് വരാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ, പീരിയഡ്സിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ, സെർവിക്സ് സ്ലൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് വിസിബിൾ ആകാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം ആ പീരിയഡ്സ് ബ്ലഡ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരുന്നത് സെർവിക്സ് വഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഓപ്പൺ ആയിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസ്ചാർജ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. വളരെ തിക്കായിട്ടുള്ളതും സ്റ്റിക്കി ആയിട്ടുള്ളതും ക്രീമി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. തിക്കായിട്ടുള്ള ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ രണ്ട് കൈവിരലുകൾക്കിടയിൽ ഇട്ടൊന്ന് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയില്ല, ഒരു വിരലിൽ തന്നെ ഒട്ടിയിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് ഡിസ്ചാർജ് വരുന്നത് കേട്ടോ. ആ ഡിസ്ചാർജിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. വളരെ കുറച്ച് മാത്രം. ചില ആളുകൾക്ക് ആ ഒരു ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ടാവില്ല. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സെർവിക്സ് പരിശോധിച്ച് പോരാനായിട്ട് സാധിക്കുള്ളൂ. മറ്റു ചില ആളുകൾക്കാണ് അത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് പീരിയഡ്സ് ആണ് എന്നാണ് കേട്ടോ. ഇനി പ്രഗ്നൻസി ആണെങ്കിൽ സെർവിക്സിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് സെർവിക്സ് എന്താണെന്ന് അറിയാം. ആ ഒരു മൗത്ത് ഓഫ് ദ യൂട്രസ് എന്നാണ് നമ്മൾ സെർവിക്സിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. മറ്റുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒന്നും തന്നെ കുഞ്ഞിലോട്ട് കടക്കാതിരിക്കാനും മാത്രം നല്ല സീൽഡ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും വേണം സെർവിക്സ്
സർവിക്സ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയം മുതൽ തന്നെ, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സ്പേം എത്തിയിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് തന്നെ ബീജസങ്കലനം നടന്നു, ഓവുലേഷന് അങ്ങനെയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സിനകം തന്നെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേം സെൽസ് ശരീരത്തിനകത്തുണ്ടെങ്കിൽ വെറും 30 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീജസങ്കലനം. ഇത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസവും നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ സെർവിക്സ് ക്ലോസ്ഡ് ആവാനായിട്ട് നോക്കും. കാരണം ഒരുപാട് സ്പേം സെൽസ് അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് പിന്നെ സമ്മതിക്കില്ല. ക്ലോസ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ഓവുലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സെർവിക്സിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിത് പരിശോധിച്ച് നോക്കണം എന്നല്ല. പീരിയഡ്സ് ആകുന്നതിന് ഒരു 3-4 ദിവസം മുൻപ് നിങ്ങളിത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏർലി പ്രഗ്നൻസി ടൈം ആണെങ്കിൽ സർവിക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് വളരെ കൂടുതലായിട്ട് ലീക്കേജ് ഉണ്ടാവുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. നോർമലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർവിക്സ് ക്ലോസ്ഡ് ആവുകയും അകത്തേക്ക് ഒരുപാട് സെൽസ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർവിക്സ് നന്നായിട്ട് സീൽഡ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടാവുന്നതിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലാണ്. ചിലത് ലീക്കേജ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചിലത് വജൈനയുടെ അകത്ത് വെച്ചിട്ട് തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് ഇതിന്റെ ടെക്സ്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇത് നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഒരു സ്പോഞ്ചി എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ചുണ്ട്, വേറെ ചുണ്ടിൽ ഇങ്ങനെ തൊലിയൊന്നും വരാത്ത രീതിക്ക് ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാന്ന് നോക്കാം. ഈ ചുണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സോഫ്റ്റ്നെസ്, ഒരു സ്പോഞ്ചി എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്യില്ലേ? സെയിം ഇതേ എഫക്റ്റ് ആയിരിക്കും പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് സെർവിക്സിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. നെയിൽസ് ഒക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സെർവിക്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആ മൂന്നാമത്തെ വിരലിന്റെ അങ്ങറ്റം വരെ എത്തുകയും എന്നിട്ടും നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിക്ക് സെർവിക്സ് മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് തന്നെയാണ്. ചില സ്ത്രീകൾക്ക് മൂന്നാമത്തെ വിരലിന്റെ അറ്റത്ത് വന്നിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. മറ്റു ചില സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിട്ട് സെർവിക്സ് നിൽക്കുമ്പോൾ നമുക്ക് ഫിംഗർ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റേയില്ല കേട്ടോ. ആ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഫിംഗർ ഇട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കണ്ട. തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫാക്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിന്നെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. ചില ആളുകൾക്ക് വജൈനയിൽ തന്നെ ഈ ഒരു ഭാഗം പരിശോധിച്ചു കഴിയുമ്പോൾ, ഇൻ കേസ് ഇപ്പോൾ ഹസ്ബൻഡ് ആണ് ഈ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഈ വജൈനയിൽ തന്നെ ഒരു കളർ ചേഞ്ച് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. അതായത് ഒരു ബ്ലൂയിഷോ പർപ്പിൾ ആയിട്ടുള്ള ഒരു കളറിലോട്ട് ഇതിന്റെ പൊസിഷൻ കളർ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ തന്നെ പരിശോധിക്കുമ്പോഴൊന്നും നമുക്കിത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു ഡിസ്ചാർജ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡിസ്ചാർജ് വളരെ തിന്നായിട്ടുള്ളതോ മിൽക്കി വൈറ്റ് ആയിട്ടുള്ളതോ ക്ലിയർ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. 2 കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ വലിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വലിയുന്ന ടൈപ്പുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ അതിന് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല് ചിലപ്പോൾ ഉണ്ടാകാം. നിങ്ങൾ നന്നായിട്ട് മൂക്കിൻ്റെ അറ്റത്തേക്ക് മണപ്പിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുന്നത് കേട്ടോ. അതല്ലാതെ ഓവറായിട്ടുള്ള സ്മെല്ലൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്കാനായിട്ട് അങ്ങനെ ഗിൽട്ട് ഒന്നും ഉണ്ടാവില്ല. ചെയ്ത് പരിശോധിച്ച് കൺഫേം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഒരു തവണ ഒന്നിൽ കൂടുതൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ ഒരിക്കലും സെർവിക്സ് പരിശോധിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഒരു തവണ ഇത് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വെറുതെ ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെർവിക്സിന് ഡാമേജ് ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. എന്തെങ്കിലും മുറിവൊക്കെ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ സെർവിക്സിന്റെ നമ്മൾ മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്കറിയാം, അവർ ഏറ്റവും ആദ്യം തന്നെ നോക്കുന്നത് അവരുടെ സെർവിക്സിന്റെ പൊസിഷനാണ്.
ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു പൊസിഷൻ നോക്കി കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് നമ്മുടെ സൈസിലുള്ള കപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സർവിക്സ് പരിശോധിച്ചിട്ടുള്ള സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ എപ്പോഴും നെർവസ് ആണ്, ചെയ്ത് നോക്കാൻ പേടിയാണ്, ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താകും എന്നറിയോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം കിട്ടുമോ, ഇനി അത് തന്നെയാണോ സർവിക്സ്, ഇത് തന്നെയാണോ സർവിക്സ്, അങ്ങനെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇത് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടില്ല, നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ആ കാര്യം കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ക്ലീൻഡ് ആയിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. കൈയിലൂടെ എന്തെങ്കിലും അണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രവർത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.